അങ്ങനെയാണെങ്കിൽ ഈ 500 ഇനി 3 മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ഞാൻ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഇനി നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പോഴും 500 3 മക്കളെ കാണും. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെ ആയിരിക്കും. നിന്നെ. അല്ലോ നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ, സൈഡിലോട്ട് മാറ്റിട്. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ, ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലടിക്കണേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി. അതിന് ഇവിടെ ഒന്ന് ബഹളം വയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാണ് തിരിച്ചറിയ. അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കണ മനുഷ്യനെ ഞാൻ അടിക്കാത്തതേ എന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോൾ വിട്ടു ഈശ്വരാ.